നമ്മളിൽ പലരും ഓട്സ് ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു ഓട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് സ്റ്റീൽ കട്ട് ഓട്സ്. ആക്ച്വലി ഈ ഓട്സിനുള്ള എല്ലാ അത്ഭുത ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളത് ഈ സ്റ്റീൽ കട്ട് ഓട്സിലാണ്. പക്ഷേ ഇതിന് പകരം നമ്മൾ എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഈ ഓട്സ് തന്നെ 3 തരത്തിലുണ്ട്. സ്റ്റീൽ കട്ട് ഓട്സ്, അതുപോലെ തന്നെ റോൾഡ് ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സ്. നമ്മൾ മലയാളികൾ ഇപ്പോൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 1 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ആക്ച്വലി ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. നമ്മൾ എന്തിനാണ് ഈ ഒരു ഓട്സ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഓട്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കേണ്ട ഓട്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു ഗുണങ്ങളും കിട്ടത്തില്ല. മറിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ഈ സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവാണ്. നമ്മൾ റെഗുലർ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് ആണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഓട്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് അറിയായിരിക്കും, പക്ഷേ മെജോറിറ്റി ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തു. ഒരു 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. 2 കപ്പ് എടുത്താൽ നന്നായിട്ട് 2-3 തവണ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മളിനി അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് നമുക്കറിയാം 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് മിനിമം ഒരു 15-20 അരമണിക്കൂർ വരെയെങ്കിലും വേണം. അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ അരമണിക്കൂർ വരെ എങ്കിലും വേണം. ഇതിപ്പോൾ ഒരു 2 കപ്പ് ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് എടുത്ത സമയത്ത് ഞാൻ അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 6-7 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ആക്ച്വലി അതിലും നിന്നിട്ടില്ല. ഇത് വേവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വീണ്ടും 1-2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേവ് വരുന്നതിനനുസരിച്ച് മനസ്സിലാകും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ഇനി വേവിക്കാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉപ്പ് ചേർത്തു. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിക്കും. അത് ചെറു തീയിൽ വേവിച്ചെടുത്താൽ മതി. ചെറു തീയിൽ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ 30 മിനിറ്റ്സ് 25 to 30 മിനിറ്റ്സ് ഇരിക്കുമ്പോഴാണ് ഇത് വെന്ത് കിട്ടുക. അപ്പോൾ ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ചെറുതീയിൽ വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഓട്സ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്താൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ബീൻസ് ഉള്ളവർക്ക് ബീൻസ്, അതുപോലെ തന്നെ ക്യാബേജ് ഉള്ളവർക്ക് ക്യാബേജ്, അതൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ പൊട്ടുകടല, അതുപോലത്തെ മറ്റ് കടലകളൊക്കെ നമുക്കിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എത്ര ചേർക്കുന്നു അതിനൊക്കെ നമുക്കറിയാലോ. പ്രോട്ടീൻ അതിൻ്റേതായ പല ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് മാത്രമല്ല ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഓട്സ് കഴിക്കുന്ന അത്ര ടേസ്റ്റ് നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സിന് ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഐറ്റംസ് എല്ലാം കൂടി കൂടുതലായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബ്ലഡിൽ ഈ ഒരു ഷുഗർ കുറയ്ക്കണം. അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഫുഡാണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ, തടി കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഗ്ലൈസീമിക് ഇൻഡെക്സ് ലോ ആയിട്ടുള്ള ഫുഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഫുഡാണ് നമ്മുടെ ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ്. പക്ഷേ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ. അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറിനേക്കാളും കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ചോറ് റീപ്ലേസ് ചെയ്ത് ഒരു നേരം ഇൻസ്റ്റൻറ്റ് ഓട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നതാണ് അതിലും ഭേദം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് കൂടുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഓട്സ് കഴിക്കുമ്പോൾ. ഇപ്പോൾ ഇത് പാചകം ചെയ്യുന്ന രീതി ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾക്കറിയാലോ, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ ഇട്ടിരിക്കുന്നത് നമ്മൾ ഉഴുന്നാണ് കേട്ടോ. കുറച്ച് ഉഴുന്ന് ചേർത്തു, പിന്നെ ഉണക്കമുളക് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ്. നമ്മൾ നോർമലി കടുക് പൊട്ടിച്ച് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ. ഉപ്പുമാവിൽ നമ്മൾ കുറച്ചധികം ഐറ്റംസ് ചേർക്കുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ സവോള, ഇഞ്ചി, പിന്നെ അത് വഴന്ന് വരുമ്പോൾ അതിനനുസരിച്ച് ബാക്കി ഐറ്റംസ് അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇൻസ്റ്റൻറ്റ് ഓട്സിന് പകരം സ്റ്റീൽ കട്ട് ഓട്സ്. അപ്പോൾ ഈ സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 43 to 66% ആണ്. അത് ഈ ഒരു പെർസെൻറ്റേജ് പറയാൻ കാരണം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഉപ്പുമാവ് രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈ ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ കൂടും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ ഒരു ഉപ്പുമാവായിട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസും മറ്റ് നമ്മുടെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത്
അത് കാഷ്യൂ ചേർത്തിട്ടുണ്ട്, പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രോട്ടീനും മറ്റ് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസും ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു മെച്ചെന്ന് പറയുന്നത് ഇത് ഫൈബർ റിച്ച് ആണ്. ഈ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് ഫൈബർ റിച്ച് ആണ്. ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് പതുക്കെ ദഹിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിശപ്പും തോന്നത്തില്ല. പിന്നെ അത് മാത്രമല്ല ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടത്തില്ല. എന്ന് വെച്ചാൽ ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികൾ, പ്രമേഹ രോഗികൾ, ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാർ പോലും ഉപയോഗിക്കേണ്ടത് ഇതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും പ്രമേഹമൊക്കെ പിടിപെടാം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഹെൽത്തി ഡയറ്റ് എപ്പോഴും ഫോളോ ചെയ്യുന്ന നല്ലതാണ്. ആഴ്ചയിലൊരു 2 ദിവസമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പം ഞങ്ങൾ റെഗുലറായിട്ട് ഒരു ദിവസം ഏതെങ്കിലുമൊക്കെ സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റാഗി അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്, ഏതെങ്കിലും നല്ല ഐറ്റംസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ നേരം നമ്മൾ ചോറൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഒക്കെ ചോറാണ് അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇൻസ്റ്റൻറ്റ് ഓട്സ് നിങ്ങൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. കാരണം ഇൻസ്റ്റൻറ്റ് ഓട്സിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 79-90% ഇടയിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 78-83 ഇടയ്ക്കാണ്. അതിനേക്കാളും കൂടുതലാണ് ഇൻസ്റ്റൻറ്റ് ഓട്സിൻ്റെ. അതായത് ഓൾമോസ്റ്റ് 90% ഈ ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിനേക്കാളും കൂടുതൽ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ചോറ് ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റൻറ്റ് കഴിക്കുന്നതിനേക്കാളും ഭേദം. ഇത് പാലിലൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴേക്കും ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ വീണ്ടും കൂടുവാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റീൽ കട്ട് ഓട്സ് നിർബന്ധമായിട്ട് വാങ്ങുക. പിന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, സ്റ്റീൽ കട്ട് ഓട്സ് നമ്മൾ ഓൾമോസ്റ്റ് വേവാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ 2-3 കപ്പ് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇളക്കി നോക്കുക, അടിയിൽ പിടിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഓൾമോസ്റ്റ് വെന്ത് പാകമായി വരുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ നിങ്ങൾ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ, ഗർഭിണികളിൽ വരുന്നതാണല്ലേ, നമ്മൾ പ്രമേഹമൊക്കെ ഗർഭിണിയാവുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക്, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, എല്ലാ ആളുകൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫൈബർ റിച്ച് ആണ്. ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കരുത്. ഇൻസ്റ്റൻറ്റ് ഓട്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓട്സിൻ്റെ യാതൊരുവിധ ഗുണങ്ങളുമില്ല. കൊളസ്ട്രോൾ കുറയ്ക്കണം, അതുപോലെ തന്നെ തടി കുറയ്ക്കണം, പ്രമേഹം കുറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സ് മാത്രം ഉപയോഗിക്കുക. കാരണം ധാന്യം, ഫൈബറും പോഷക ഗുണങ്ങളും എല്ലാം ഉള്ളത്, നമ്മൾ പറയുന്ന ഓട്സിൻ്റെ അത്ഭുത ഗുണങ്ങളെല്ലാം കിട്ടുന്നത് ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഓട്സിൻ്റെ അത്രയും രുചി ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഓട്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. കാരണം ഇൻസ്റ്റൻറ്റ് ഓട്സിൽ ഫൈബർ ഇല്ല, കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. അതിലും വരെ നമ്മൾ ചോറ് ഉപയോഗിക്കുന്നതാണ്, ഇഡ്ഡലി ഉപയോഗിക്കുന്നതാണ്, ദോശ ഉപയോഗിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഉപ്പുമാവിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. വേവിച്ച സ്റ്റീൽ കട്ട് ഓട്സ് നമ്മൾ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അതിന് മുമ്പ് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ മോളൊക്കെ ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ മോളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ടേസ്റ്റ് വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം നോർമലി ഉപ്പുമാവ് കഴിക്കുന്ന പോലെ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ച സമയത്ത് ഒരു എന്താ പറയുക, വെജ് ബിരിയാണി ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റിയാണ്. നമ്മളിതിൽ എക്സ്ട്രാ മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ പച്ചക്കറികളൊക്കെ ചേർത്തതാണ്. മസാല എക്സ്ട്രാ ചേർത്തിട്ടില്ല, നെയ്യാണ് ചേർത്തിരിക്കുന്നത്, ഉപ്പും മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് വേവണം. സ്റ്റീൽ കട്ട് ഓട്സ് നന്നായിട്ട് വേവണം എന്നുള്ളതാണ്. നിങ്ങൾ ഒരു അരമണിക്കൂർ തന്നെ വെച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, ചെറു തീയിൽ വേവിക്കുക, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. 5-6 ഗ്ലാസ് വെള്ളമൊക്കെ വെച്ച് വേവിച്ചോളൂ. എന്നിട്ടും വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചൊന്നുമില്ല, ഡയറക്റ്റ് അന്നേരം തന്നെ കഴുകി എടുത്താണ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്, ഡെലീഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന ബ്രാൻഡ് ഇപ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റീൽ കട്ട് ഓട്സ് വേണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സിനെ റീപ്ലേസ് ചെയ്ത് സ്റ്റീൽ കട്ട് ഓട്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.